ഹായ് കൃഷിക്കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുവാണ്. ഇത് ശർക്കര ഒരു ലെയർ ഇട്ട് ഒരു ലെയർ മത്തിയിട്ട് വീണ്ടും ശർക്കര ഇട്ട് ശർക്കര വാരിയിട്ട് വീണ്ടും ഫിഷ് അതായത് നമ്മുടെ പച്ച മത്തി, ചാള എന്നൊക്കെ പറയും അല്ലേ. ഞങ്ങളിവിടെ കോട്ടയംകാർ മത്തി എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെന്താ പറയുന്നതെന്നറിയില്ല. ചാള എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് ആണിപ്പോൾ ചെയ്യുന്നത്. 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് മറയൂർ ശർക്കരയാണ് നല്ലത്, കറുത്ത ശർക്കരയാണ് നല്ലതെന്നൊക്കെ. പക്ഷേ നമുക്ക് കിട്ടുന്നതല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ശർക്കര അത്ര കറുപ്പൊന്നും ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും കിട്ടിയതിലുമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. ഞാനൊരു കൃഷിയുടെ ക്ലാസ്സിൽ പോയപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് കൃഷി ഓഫീസർ പറഞ്ഞു തന്നതാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ഇട്ട് നോക്കുവാണ്. വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ യൂട്യൂബിലൊക്കെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതും ഇങ്ങനെ ഒക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്നാലും കൃഷി ഓഫീസറും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉള്ള ശർക്കര ഓരോ ലെയറായിട്ടാണ് ഇട്ടത്. ഒരു ലെയർ മത്തി അടുക്കി, പിന്നെ ഒരു ലെയർ പിന്നെ ശർക്കര വാരി ഇതിൻ്റെ മുകളിലിട്ടു. വീഡിയോ പിടിക്കാൻ ഇന്ന് ക്യാമറാമാൻ ഇല്ല, അതുകൊണ്ട് തന്നെത്താനെ പിടിക്കുന്നതുകൊണ്ട് അത്ര ഭംഗിയാവുന്നില്ല. എന്നാലും എനിക്കാവും പോലെ എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഭദ്രമായിട്ട് നല്ല ഭദ്രമായിട്ടിത് അടച്ച് വെക്കണം. എങ്ങനെയാവോ എന്തോ, നമുക്ക് നോക്കാം. ശർക്കര ഉള്ളതുകൊണ്ട് പുഴുവൊന്നും പിടിക്കുകയില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സംരംഭം വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. കാറ്റൊന്നും കയറാതെ എയർ ടൈറ്റ് കണ്ടെയ്നറാണിത്. ഈ കണ്ടെയ്നറിനകത്ത് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ റിസൾട്ട് ആകുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാമേ. ഓക്കെ കൂട്ടുകാരെ.